നമ്മുടെ ബിഗ് ബോസ് വിന്നറായിട്ടുള്ള അഖിൽ മാരാര് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വരാം. എന്റെ പോനോ ഫുള്ള് കോമഡിയാ. എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധമില്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. എന്ത് ചെയ്യാൻ പറ്റും? ഈ ഏതാ ചുണ്ണാൻ പേതാ പുള്ളിക്കും അറിയത്തില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്ക് അറിയത്തില്ല. പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ പരിഹസിച്ചല്ലേ, നമുക്കിപ്പോ ദേഷ്യം വരുന്നേ. എന്തായാലും നമ്മുടെ അഖിൽ മാരാര് ഈ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം നമ്മൾ ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞിരിക്കുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു മന്ത്രി, അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഒരിക്കലും ഷഹബാസ് എന്ന് പറയുന്ന ആ ഒരു പയ്യന്റെ കൊലപാതക കുറ്റം ചെയ്ത, അല്ലെങ്കിൽ ആ ഒരു കൊല ചെയ്ത 5 വിദ്യാർത്ഥികൾ ഇപ്പൊ ജുവനൈൽ ഹോമിൽ കഴിയുന്നുണ്ട്. ആ ഒരു വിദ്യാർത്ഥികൾക്ക് SSLC എക്സാം എഴുതാനുള്ള ഒരു അനുമതി കൊടുക്കില്ലായിരുന്നു. അപ്പൊ അയാളൊരു നല്ല മനുഷ്യനല്ല. അപ്പൊ ഒരുത്തന്റെ ജീവൻ പോയാലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള 5 പേരില്ല, അവരുടെ വിദ്യാഭ്യാസം പോകുന്നത് മോശമല്ലേ? എന്തായാലും ഈ ഒരു തീരുമാനത്തില് ഈ പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും നല്ല രീതിയിലുള്ള പങ്കുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇയാളെ ഇങ്ങനെ പറഞ്ഞാൽ പോലെ ഇതിനപ്പുറം പറയണം. എന്തായാലും അഖിൽമാരാര് ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ഇനിയും ഉണ്ട് കുറച്ച് കാര്യങ്ങൾ അഖിൽമാരാര് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് കാണാം. ഈ പരീക്ഷ സമ്മതിച്ചല്ലോ സർക്കാരായാലും. അയ്യോ അതെ ഞാൻ സത്യത്തിൽ പ്രതികരിക്കണമെന്ന് വെച്ച വിഷയം ഒന്ന് ആലോചിച്ചോക്കെ. എന്ത് സന്ദേശം കൊടുക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നത്. ഇത് ഒരു പയ്യനെ അടിച്ചു കൊന്നവന്മാർക്ക് പരീക്ഷ എഴുതാൻ കഴിയുമ്പോൾ, പണ്ട് തുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ കോപ്പി അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിവാർ ചെയ്യും, പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ അടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാ കുഴപ്പമില്ലെന്ന്. എന്ത് സിസ്റ്റമാണെന്ന് ഇത്? അപ്പൊ നാളെ ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരുത്തം കൊന്നാൻ വിചാരിക്കണം, ഞങ്ങൾക്കൊന്ന് ഇതല്ലേ ചിന്ത വരുന്നത്? ഒരു പർട്ടിക്കുലർ കേസിൽ ഇപ്പൊ നമ്മൾക്കറിയാവുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ കുറെ പേരൊക്കെ മയക്കുമരുന്ന് കേസിൽ സിനിമാക്കാരൊക്കെ അറസ്റ്റ് ആയിട്ടുണ്ട്. ഈ അറസ്റ്റിലാവുന്നവരൊക്കെ നാളെ വളരെ കൂളായിട്ട് പുറത്തിറങ്ങി നടക്കുകയാണ്. അവർക്ക് വീണ്ടും റീച്ച് കിട്ടുകയാണ്, അവർ വീണ്ടും സ്റ്റാറുകളാവുകയാണ്. ഈ കാലത്ത് ഇത് കാണുന്ന ഒരു പയ്യൻ എന്താ വിചാരിക്കുന്നത്? ഇനി എന്താ പ്രശ്നം? നമുക്കിതൊക്കെ അതല്ലേ ഈ പയ്യനെ കൊന്ന ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ, ആ കൂട്ടത്തിൽ വെച്ച് അടിച്ചു കൊന്ന പ്രശ്നം. അവൻ പറയാണ് കൂട്ടത്തിൽ അടിച്ചു കൊല്ലാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. അതെ ഒരുത്തനെ കൊല്ല എന്തോ പൂച്ചയും പട്ടിയും പോലും കൊന്നു കഴിഞ്ഞാൽ മേനകാന്തി ഇടപെടും. മനുഷ്യനെ കൊല്ലുന്നതിന് അവിടെ കുഴപ്പമില്ലാത്തത്. ഇത്രയും മൈൻഡ് സെറ്റിലേക്ക് അവിടെ വന്നു. അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വടിയെടുത്ത് അടിക്കുമ്പോഴും കമ്പി എടുത്ത് അടിക്കുമ്പോഴും ആലോചിക്കും, ഇവിടെ കമ്പിന്ന് എടുക്കലേ വല്ല പറ്റുവേ, കൈകൊണ്ടൊക്കെ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അവിടെ പോലും ഒന്ന് ഉള്ളിന്റെ ഉള്ളിൽ പേടിയുണ്ട്. അഥവാ ഇടിച്ചിടിക്ക് ആഘാതം കൂടിപ്പോയി കൂട്ടുകാരൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവന്റെ ഒപ്പം പോയിരുന്നിട്ട് എന്തെങ്കിലും പറ്റുവാണെന്ന് വെച്ചാൽ നമ്മൾ കരയും. ഞാനൊക്കെ പണ്ട് അടിയുണ്ടാക്കിയ സമയത്ത് നമ്മൾ ആ ഇടിച്ചിടി അറിയാതെ കണ്ട ഒരു കൂട്ടുകാരനെ കണ്ണി കൊണ്ടപ്പോൾ ഞാനും ഇവിടെ കെട്ടിപ്പിടിച്ച് കരച്ചിലായിരുന്നു. നമ്മൾ ദേശം കൂടി ക്രിക്കറ്റ് കളിക്കിടയ്ക്ക് അടിയുണ്ടായതാ. പക്ഷേ ഇടിച്ചിടി ഞാൻ അവന്റെ കണ്ണിൽ എന്തോ കൊണ്ടപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായിട്ട് ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ സന്ദർഭം. നമുക്ക് അങ്ങനെ ഒരു അങ്ങനത്തെ മാനസികാവസ്ഥ നമുക്കുണ്ടായിരുന്നു. ഇന്ന് ഒരുത്തനെ അവന്റെ കണ്ണ് പോയതെന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത്. അങ്ങനെ ഒരുത്തനെ പരീക്ഷ എഴുതിയാണ് ഗവൺമെന്റ്. അപ്പൊ ഇവനെ കൂടെ പഠിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് നടക്കുന്ന കുട്ടിക്ക് എന്ത് സന്ദേശമാണ് അവന് കിട്ടുന്നത്? സൗദിയിൽ 3 പേര് മയക്കുമരുന്ന് വെച്ചപ്പോഴത്തേക്ക് തലവെട്ടി. അവിടെ മയക്കുമരുന്ന് നിൽക്കുന്നവരുടെ ഉള്ളിൽ വരുന്ന ചിന്ത എന്താ? ആലോചിക്കത്തില്ലേ? ഇത് പ്രശ്നം തലവെട്ടും, അല്ലെങ്കിൽ ദുബായ് പിടിച്ചാൽ തലവെട്ടും. എല്ലായിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഭയം ഉണ്ടാവുന്നു, ഒറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഭയം ഉണ്ടാവുന്നു. ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകൾ. പിന്നെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുനടക്കാൻ പോറ്റുവാണ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക? 2003, 2004 വരെയൊക്കെ ഉള്ള സിസ്റ്റം തന്നെ അതിന്റെ ചെറിയ വകഭേദങ്ങളൊക്കെ ഇപ്പോഴും പഠിപ്പിക്കുന്നുള്ളൂ. ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കൂ. കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ ഈ രാജ്യം ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഒരാളോട് എങ്ങനെ നിങ്ങൾ പെരുമാറണം, ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, വിദ്യാഭ്യാസ സിസ്റ്റം അതാ ഞാൻ പറഞ്ഞിട്ട് അതിന് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി. ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മേൽത്തളത്തിൽ തന്നെ തീരുമാനം എടുക്കാൻ പറ്റും. ഏതെങ്കിലും സ്കൂളിൽ തീരുമാനം എടുക്കാൻ പറ്റൂ, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു കളക്ടർ തീരുമാനം എടുക്കാൻ പറ്റും. അതിന് ആദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവണ്ടേ? ചുക്കേതാ ചുണ്ണാമ്പേതാ തിരിച്ചറിയാനുള്ള ബോധം വേണ്ട. ഒരാളിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക, അത് മനസ്സിലായെങ്കിലല്ലേ ശരി അത് കൊള്ളാവുന്ന പരിപാടിയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ, നമ്മൾ ആടുന്നാണോ എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണം. എന്തായാലും അഖിൽമാരാര് ഈ പറഞ്ഞത് 100% സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ്. അതിൽ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയല്ല, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയെ കുറിച്ച് പറഞ്ഞത്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു മനുഷ്യൻ, കറക്റ്റ് കാര്യമാണ് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങൾ പറയുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊന്നും വെക്കാറില്ല. ഇപ്പൊ അഖിൽമാരാര് തന്നെ പറയുന്നുണ്ട്, അവരും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിക്കുമ്പോഴത്തേക്കും ഒരു ഇച്ചിരി എന്തെങ്കിലും ഒരു പരിക്ക് ഒരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വിഷമാണോ, അയ്യോ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് അവനെന്തെങ്കിലും പറ്റിയാലോ, അങ്ങനെ ആ ഒരു മൈൻഡായിരുന്നു ആ ഒരു കാലത്തൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. അടിച്ചാൽ അവൻ ചത്തിരിക്കണം എന്നുള്ള രീതിയിലാണ് അടിക്കുന്നത്. അതുപോലെ മാരകമായിട്ടുള്ള ആയുധങ്ങൾ കൊണ്ടൊക്കെയാണ് മർദ്ദിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടമൊക്കെ വളരെ വളരെ അധികം അധപതിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിക്കാൻ പാടും, ഇനി എന്തൊക്കെ നമ്മൾ കാണണം കേൾക്കണം, ഇതിനൊക്കെ മാറ്റം വരാൻ പറ്റും, അല്ലെ മാറ്റം കൊണ്ടുവരാൻ പറ്റും. നമ്മുടെ നിയമവ്യവസ്ഥ മാറിക്കഴിഞ്ഞാൽ, നമ്മുടെ ശിക്ഷാ നിയമങ്ങളൊക്കെ ഒന്ന് മാറിക്കഴിയുവാണെങ്കിൽ ഈ ദുരന്തങ്ങളും ഇതുപോലുള്ള അക്രമങ്ങളൊക്കെ കുറെ അധികമൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ പുറം രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പോലെയുള്ള ശിക്ഷാ നിയമങ്ങളും ശിക്ഷാ വിധികളും വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള ദുരന്ത വാർത്തകൾ, അല്ലെ ഇതുപോലുള്ള ആക്രമണങ്ങൾ, കുത്ത്, കൊല എല്ലാം
ഇല്ലാതാവും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ.